നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയിലാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സ്മൂത്തിയാണ് മില്ലറ്റ് സ്മൂത്തി. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന പേൾ മില്ലറ്റ് ഫ്ലോർ ആണ്. ഇത് നമ്മൾ റാഗി സ്മൂത്തി ഉണ്ടാക്കുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. എടുത്തിരിക്കുന്നത് പേൾ മില്ലറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് കുറച്ച് ഗോയിട്രജൻസ് ഉള്ളത് കൊണ്ട് തന്നെ തൈറോയിഡ് ഉള്ള ആൾക്കാർ ഡെയിലി ഒന്നും ഇത് യൂസ് ചെയ്യരുത്. വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. കാരണം ഇത് ഇതിനകത്തെ ഗോയിട്രജൻസ് തൈറോയിഡ് ഫംഗ്ഷനുമായിട്ട് ഇന്റർഫിയർ ചെയ്യും. അതുകൊണ്ടാണ് ഗോയിട്രജൻസ് ഉള്ള സാധനങ്ങൾ തൈറോയിഡ് ഉള്ള ആൾക്കാർ കഴിക്കരുതെന്ന് പറയുന്നത്. ഈ പേൾ മില്ലറ്റ് എന്ന് പറയുന്ന സാധനം റിച്ച് ഇൻ ഫൈബർ ആണ്, അതുപോലെ തന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഇതിനകത്ത് മഗ്നീഷ്യം, സിങ്ക്, ഫോസ്ഫറസ്, അയൺ മുതലായ സാധനങ്ങളൊക്കെ നമുക്കുണ്ട്. വൈറ്റമിൻ ബി കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാനിവിടെ കൊക്കോ പൗഡർ ആഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ്. പക്ഷേ കൊക്കോ പൗഡർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ അതിനകത്ത് 2 ഡേറ്റ്സ് ഇടേണ്ടി വന്നു. കാരണം അല്ലെങ്കിൽ ഒരു ചവർപ്പ് ചുവ വരും. നല്ല മധുരമുള്ളൊരു ബനാന ആഡ് ചെയ്യുന്നെങ്കിൽ വേറൊരു ഡേറ്റ്സോ അല്ലെങ്കിൽ ഹണിയോ ഒന്നും ആഡ് ചെയ്യാത്തതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ആപ്പിൾ പോലത്തെ